എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ്. അതായത് നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മനുവും അലീനയും കൂടെ കയറി ചെല്ലുന്ന കാണുന്നതേ കമലയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഇവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്ന്. അന്നേരം മനു പയ്യെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എല്ലാം ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുവാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ ഈ വീട്ടിലോട്ട് കയറ്റുമല്ലേ, ഈ അടിച്ചതിൻ്റെ അകത്ത് ഞാൻ ഇവളെ കയറ്റിയല്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഓ അപ്പം ഞങ്ങൾ വേറെ വീടെടുത്ത് താമസിക്കണമല്ലേ എന്ന്. അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക്. അതിലേറെ അന്തം വിട്ടിങ്ങനെ കണ്ണും വെച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് അലീന മനുവിൻ്റെ മുഖത്തേക്ക്. അന്നേരം കമല പറയും, മനു നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ എന്നിങ്ങനെ പ്രാർത്ഥത്തോടു കൂടി പറയുക. അന്നേരം ആണോ, അങ്ങനെയാണോ, എങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നു. കമല പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് മാറും. അവർ രണ്ടുപേരുടെ അകത്തോട്ട് കയറിപ്പോവും. അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുക. മുത്തശ്ശിക്ക് എങ്ങനെ സംസാരിക്കാൻ ആരും ഇല്ലല്ലോ. ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നവരിക്കുമ്പോഴാണ് അലീന അങ്ങോട്ട് ചെല്ലുന്നത്. മുത്തശ്ശി എന്ന് വിളിക്കുന്നത്, ആഹാ നീയോ, കയറി വാടി, നീ എങ്ങനെ വന്നേ, കാറിനാണോ, ഒരു കാർ വരുന്ന ശബ്ദം കേട്ടായിരുന്നു എന്ന് പറയുമ്പം അലീന പറയും, ഞാൻ മനുവേട്ടൻ്റെ കൂടെയാണ് വന്നത്, ഞങ്ങൾ എറണാകുളത്തൊക്കെ പോയി രേവതിക്കുട്ടിയുടെ വീട്ടിലൊക്കെ പോയി എന്നിട്ട് വരുന്നേ എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങോട്ടേക്ക് മനുവാണോ നിന്നെ കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. ഇരിക്കിരി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അലീന മുത്തശ്ശിക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പം, എൻ്റെ സുഖമൊക്കെ കടപ്പാട്ടൂരിൽ നിങ്ങൾ പോകുന്നപ്പോഴേ തീർന്നതല്ലേ, കമലയുടെ സ്വഭാവമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് അങ്ങോട്ട് തിരിച്ചു വന്നൂടെ എന്ന്. അന്നേരം ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ട് തിരിച്ചു വരുന്നത്, വൈജി ഇല്ലാത്ത വീട്ടിലോട്ട്, അത് ശരിയാകിയല്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിയുടെ റൂമും കട്ടിലും ഒക്കെ അതുപോലെ തന്നെ വിരിച്ചിട്ടിട്ടുണ്ട്, മുത്തശ്ശിക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരാമല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവിടെ നിനക്ക് കിടക്കാൻ പറ്റില്ല, നീ എന്തിനാ തറയിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി വരുമ്പം കിടക്കാനുള്ളതല്ലേ, അതും അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശി വിഷമത്തോടെ പറയുന്നുണ്ട്, വൈജി ആകെ ദേഷ്യത്തിലാണ്, അവൾ ബാലേന്ദ്രനുമായിട്ട് പിരിയാൻ പോവുകയാണ് എന്നൊക്കെ കേട്ടു, അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ആകെ വിഷമമാണ്, എത്ര പറഞ്ഞാലും അവൾ കേൾക്കുകയില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ് മുത്തശ്ശി, എല്ലാവരും ഉപദേശിച്ചു, ആങ്ങളമാർ 3 പേര് ഉപദേശിച്ചു, എന്നിട്ടും മാഡത്തിൻ്റെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ തന്നെ ശീലിപ്പിച്ചതാണ്, ആദ്യമേ അനുസരണക്കേട് കാണിച്ചപ്പോൾ കാരണം തീർത്തോളം കൊടുക്കണമായിരുന്നു, അന്നേരം അടങ്ങാനുള്ളതാണെങ്കിൽ അടങ്ങിയേനെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പിരിയാനുള്ളതാണെങ്കിൽ അന്നേ പിരിഞ്ഞേനെ, അത് ബാലേന്ദ്രൻ ക്ഷമിച്ചതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ വിഷമാവട്ടെ ഏതായാലും മുത്തശ്ശിക്ക്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്ക് അങ്ങോട്ടേക്ക് മനു വരുന്നു. അന്നേരം നീ അങ്ങ് കയറി വാടാ എന്ന് പറയും. മനു വന്നിരുന്ന് കഴിയുമ്പോഴും മുത്തശ്ശി ആകെ വിഷമം പറയുന്ന വൈജയന്തിയെ പറ്റിയാണ്. എടാ വൈജയന്തിയുടെ കാര്യം നീ അറിഞ്ഞില്ലേ, അവൾ ബാലേന്ദ്രനുമായിട്ട് പിരിയാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് കേട്ടത്, നിനക്കൊന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കമത്തി വെച്ച കുടത്തിലേക്ക് വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, പക്ഷേ ആൻറ്റി ഉപദേശിച്ച് നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശിക്ക് ആകെ വിഷമം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുകൂടെ പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു മന്ത്രം ജപിച്ച് ഇവളുടെ തലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മകളല്ലാതാവുമോ, ഇല്ലല്ലോ, അത് സംഭവിച്ചു പോയ കാര്യമല്ലേ, പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചു തൂങ്ങേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ, പിന്നെ ആൻറ്റിയുടെ സ്വഭാവം ഇനി ഒരിക്കലും മാറിയല്ല, അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് മനു പറയുന്നു. എന്നാലും മുത്തശ്ശി ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ അവളെ ഒന്ന് തണുപ്പിക്കാൻ, എന്തെങ്കിലും രീതിയിൽ അവളുടെ തീരുമാനം മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, അവിടെ പിരിയാനായിട്ട് നിൽക്കുന്നത് ആൻറ്റിയല്ലേ, അല്ലാതെ അങ്കിളല്ലല്ലോ, കണ്ണിൻ്റെ അസുഖത്തിന് കാലിൻ്റെ പെരുവിരൽ ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് അതിൻ്റെ വഴിക്കങ്ങ് നടക്കട്ടെ, അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്നും മനു പറയുന്നുണ്ട്. വൈജയന്തിയുടെ സ്വഭാവമില്ല, ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് തന്നെ മനു പറയുന്നു. ഏതായാലും അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമമാണ്. മുത്തശ്ശി ഇങ്ങനെ പറയുവാണ്, നല്ലൊരു ജീവിതം കൈ കിട്ടിയതാണ്, അവളത് കൊണ്ട് നശിപ്പിക്കുന്ന ലക്ഷണമാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ്, ഇനിയിപ്പം സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ വിഷമത്തിലിരിക്കുന്നു മുത്തശ്ശി. ഈ സമയം പുറത്ത് കമല ആരൊക്കെയോ വിളിച്ചിങ്ങനെ പറയുക കേട്ടോ, അലീനയും കൊണ്ട് മനു വന്ന കാര്യം, പെട്ടെന്ന് കയറി വന്നപ്പോൾ എനിക്ക് ആകെ ഞെട്ടലായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് മനു അലീനയും കൂടെ പുറത്തോട്ട് വരണേ. ഇവരെ കാണുന്നത് സംസാരം നിർത്തും. അന്നേരം മനു അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ചായയും ജ്യൂസും അങ്ങനെയൊന്നും എടുത്തില്ലേ എന്ന്. അന്നേരം എന്തിനാ എടുക്കുന്നത്, ആർക്ക് കൊടുക്കാനായെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നത് അമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആരാടാ ഗസ്റ്റ്, ഇതേ ഇവളാണോ, ഇവള് വെറും ഗോസ്റ്റാണ് അല്ലാതെ ഗസ്റ്റ് അല്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, അമ്മ അങ്ങ് കടപ്പാട്ടൂർ ചെല്ലുമ്പോൾ അലീന ഇങ്ങനെയാണോ പെരുമാറുന്നത്, അലീന
വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തരാറില്ലേ എന്ന് ചോദിക്കുമ്പം അവളെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യമൊന്നുമല്ല, അവളുടെ കടമയാണ് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ആ കടമ അമ്മയ്ക്കും ചെയ്യാം, ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഗസ്റ്റായി തന്നെ അമ്മ കാണണം എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട് നീ ആര് വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നോ, ഞാൻ ഗസ്റ്റായി കണ്ട് സ്വീകരിച്ചോളാം, പക്ഷേ ഇവളെ മാത്രം നടക്കുകയില്ല എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട് അമ്മ വെള്ളവും ചായയും തരും എന്നോർത്തോ ചോദിച്ചതൊന്നുമല്ല, അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ, ഏതായാലും എനിക്ക് മനസ്സിലായി, ഇങ്ങനെ തന്നെ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു അലീനയെ കൊണ്ട് പുറത്തേക്ക് പോവാണ്. ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക് അത് കാണുമ്പം. കമല പുറകെ വെച്ച് പിടിച്ച് ചെല്ലുവേ, എന്നിട്ട് ചോദിക്കുന്നുണ്ട് മനു നീ എങ്ങോട്ടാണ് ഇവളെ കൊണ്ട് എന്ന്. അന്നേരം മനു പറയും ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്, എറണാകുളത്തുനിന്ന് ഇവിടെ വരെ കൊണ്ടുപോകുന്നില്ലേ, ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നാണമില്ലേ ഇവളെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ, ഇവൾക്ക് വേണമെങ്കിൽ ബസ്സിനുള്ള പൈസ കൊടുക്കുക, അവൾ ബസ്സിൽ കയറി പൊക്കോളും, അല്ലെങ്കിൽ ഓരോ ഓട്ടോ വിളിച്ചു കൊടുക്കുക, അവൾ ഓട്ടോയ്ക്ക് പൊക്കോളും, അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഞാൻ ഇവളെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവളെ തിരിച്ച് വീട്ടിലോട്ടും കൊണ്ടുപോയിട്ടോളാം, അതിനിപ്പോൾ ഓട്ടോയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പം നിനക്ക് നാണമില്ലേ മനു, സ്വന്തമായിട്ട് വില എന്താണ് എന്ന് മനുഷ്യൻ ആദ്യം മനസ്സിലാക്കണം, എങ്കിലേ മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് എന്ത് വിലയുടെ കാര്യമാണ് അമ്മ ഈ പറയുന്നത്, ഞാൻ ഇവളെ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എൻ്റെ കാറിലാണ്, ഇപ്പം കൊണ്ടുപോകുന്നതും എൻ്റെ കാറിൽ തന്നെയാണ്, അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, അന്ന് അവൾ കയറി വന്നത് വേലക്കാരിയായിട്ടാണെങ്കിൽ ഇന്ന് ബാലേന്ദ്രൻ അങ്കിളിൻ്റെ മകളാണ്, ഒരു ഗ്രേഡ് കൂടി, അത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അന്നേരം കമല പറയുക ഓ ബാലേന്ദ്രൻ്റെ മകൾ, അതിനിവള് നേരാവണ്ണം വല്ലതും ആണോ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് കൂളായിട്ടാണ് സംസാരിക്കുന്നത്, അതേ നേരാവണ്ണം ഉണ്ടായേ, സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെ ഉണ്ടായത് എന്ന് പറയും. അന്നേരം കമല അടുത്ത കൗണ്ടർ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണോ അവൾ ഓർഫനേജിൽ വളർന്നത് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് എവിടെ വളർന്നാൽ തന്നെ സ്വഭാവവും പെരുമാറ്റവും നന്നായ പോരെ, അത് വെച്ച് നോക്കുമ്പം പുത്തുംപുരയ്ക്കൽ കൃഷ്ണമേനോൻ്റെ മകളേക്കാൾ നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അതുകൂടെ കേൾക്കുന്നതെങ്കിലും കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് നീ എന്തെങ്കിലും ചെയ്യും, നീ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകുന്നു. അന്നേരം മനു ഭയങ്കര കൂളായിട്ട് എന്നാൽ നമുക്ക് പോകാം എന്ന് പറയുവാണ് അലീനയോട്. അവർ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മനു അലീനയും കൊണ്ട് വന്നത്. വണ്ടിയിൽ വരുന്ന സമയത്ത് അലീന മനുവിനോട് പറയുന്നുണ്ട് ബാലേന്ദ്രനെ ഒന്ന് വിളിക്കണമെന്ന്, എന്നുവെച്ചാൽ വീട്ടിലാരും ഇല്ലെങ്കിൽ വീട് പൂട്ടിക്കൊണ്ട് പോകുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുവാണ്. ഫോൺ വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ കടയുടെ ഫ്രണ്ടിൽ ചെന്നിട്ടേ ഉള്ളൂ, 10 മണി ആയിട്ടുള്ളൂ കേട്ടോ, കട തുറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അന്നേരം അച്ഛൻ കടയുടെ അവിടെ ചെന്നേ ഉള്ളൂ, രാവിലെ കട തുറക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ആരാടി രാവിലെ 7 മണിക്ക് കട തുറന്ന് വയ്ക്കുന്നത്, അതും സ്വർണ്ണക്കട, ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് 10 മണിക്ക് തുറന്നാൽ മതി എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പം അലീന ചോദിക്കും അച്ഛൻ ഫുഡ് കഴിച്ചായിരുന്നോ എന്ന്. അന്നേരം ഞങ്ങളുടെ ഫുഡ് നീ പോയ പിന്നെ ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണ്, രാവിലെ ഒരു ബ്രെഡും ഓംപ്ലേറ്റും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും ഒക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം അലീന കളിയാക്കി ചോദിക്കുന്നുണ്ട് ഞാൻ പോയ പിന്നെ അവിടെ പട്ടിണിയാണോ എന്ന്. മുഴുപട്ടിണി, ആകെ വിഷമത്തിലാണ് എന്ന് പറയുമ്പം ഉച്ചയാകുമ്പോഴത്തേക്കും അച്ഛൻ വരികയില്ലേ ഊണിന് എന്ന് ചോദിക്കും. എന്നിട്ട് ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമാണ്, ഞാൻ വൈകിട്ടങ്ങ് എത്തിക്കോളാം എന്ന് പറയും. നീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും മനുവേട്ടൻ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ന് പറയും. അന്നേരം നീ എങ്ങനെയാണ് വന്നത്, ബസ്സിനല്ലേ, മനുവിൻ്റെ കൂടെയാണോ വന്നേ, മനു ആണോ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ മനുവേട്ടനെ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്, പോകുന്ന വഴിക്ക് കാപ്പ് കുടിക്കും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, കൊള്ളാലോ എന്ന് പറയും. എന്നിട്ട് താക്കോൽ എവിടെയാച്ചാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പം അയ്യോ താക്കോലിൻ്റെ ആവശ്യമില്ല, ഭവതി വീട്ടിലുണ്ട്, അവളിന്ന് പോയിട്ടില്ല എന്ന് പറയും. അന്നേരം അതെന്താ അവളിന്ന് കോളേജിൽ പോകാത്തത് എന്ന് അലീന ചോദിക്കുമ്പോൾ അവളെ വൈജയന്തി വിളിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, അതുകൊണ്ട് അവൾ പോകാത്തത് എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഞങ്ങൾ ഇല്ലെങ്കിൽ അവൾ പോകുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല 11 മണിയായിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ആയിക്കോട്ടെ അച്ഛൻ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മനു എന്ത് ചെയ്യുക, അവൻ വണ്ടി ഓടിക്കുവാണോ അതോ വണ്ടി നിർത്തിയിട്ടേക്കുവാണോ എന്ന്. അന്നേരം മനുവിൻ്റെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോണ് മനുവിൻ്റെ ചെവി വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുക എന്നതാടാ ഇത്, ഒരു വർഷമെങ്കിലും അവളെ ഞങ്ങളുടെ കൂടെ അവിടെ നിൽക്കട്ടെ, നീ അതിനു മുമ്പ് അവളെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ എന്ന് പറയുമ്പം അയ്യോ ഒരു വർഷം ഇത്തിരി കൂടി പോയില്ലേ അങ്ങളെ, ഒരു 6 മാസമൊക്കെ പോരെ, എനിക്ക് 10-27 വയസ്സായി, അവൾക്ക് എത്രയായി എന്നറിയത്തില്ല, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അലീന പറയും ഞാൻ പറയത്തില്ല എന്ന്. അന്നേരം അവൾക്കൊരു 23 വയസ്സായി, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അവളോട് ചോദിച്ചോ അവളുടെ അഭിപ്രായം എന്താണ് എന്ന്. അന്നേരം മനു പറയുവാണ് അതേ നമ്മൾ ഈ ആറ്റിൽ നിന്ന് പിടിക്കുന്ന മീനിൻ്റെ അവസ്ഥയാണ്, എത്ര പിടിക്കാൻ നോക്കിയാലും പിടി തരത്തില്ല, കരയിലെടുത്തിട്ട് 2 കൈ കൊണ്ട് ഞെക്കി പിടിച്ചാലും അത് വഴുതി എങ്ങനെയെങ്കിലും ആറ്റിലേക്ക് തന്നെ ചാടിപ്പോകും, ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മീനിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അതിനെ വല വിരിച്ചാലും ചൂണ്ടിയിട്ടാലും കിട്ടിയില്ല, അതിന് നല്ല ഒന്നാന്തരമായിട്ട് കൂടെ വെക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കണം അങ്കിളെ, ഇനി അതൊക്കെ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ എന്നാൽ
ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോം വെച്ച് കഴിയുമ്പോഴേക്കും അലീന ഇത്തിരി പരിഭവത്തോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മനോട്ടോ ഇങ്ങനെയാണോ ഒരു അമ്മാവനും മരുമോനോടെ സംസാരിക്കുന്നത്, ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ, അയ്യേ ഞങ്ങൾ സംസാരിക്കുന്നതിന് എന്നെ ഇപ്പോൾ കുഴപ്പം, ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. ആൻറ്റിയെ വിവാഹം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് 5 വയസ്സുള്ളൂ, അന്ന് ഞാൻ അങ്കിളിൻ്റെ മടിയിൽ ചാടിക്കേറിയതാണ്, അതിൽ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പം ചെറിയ ചമ്മലും നാണമൊക്കെ വരുന്നുണ്ട് അലീനയുടെ മുഖത്ത്. അതിനിടയ്ക്ക് അലീന പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തണം, കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവർ നേരെ വീട്ടിലോട്ട് എത്തുന്നു. വീട്ടിൽ എത്തിക്കഴിഞ്ഞ് മനു തിരിച്ചു പോകാൻ തുടങ്ങുക. അന്നേരം അലീന ചോദിക്കും, കയറുന്നില്ലേ, എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയും. അപ്പോൾ എറണാകുളത്ത് വന്നതും എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നോ, എനിക്ക് വേണ്ടി മാത്രമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടിയാണ്. എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഇതുപോലെ യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും നിന്നെ എറണാകുളത്തു നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടവും സ്നേഹമൊക്കെ അലീനയുടെ കണ്ണുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് മനുവിൻ്റെ മുഖത്തേക്ക്. അന്നേരം മനു പറയുന്നുണ്ട്, ഇവിടുന്ന് ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തൊട്ട് എനിക്ക് നിന്നെ മിസ് ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിച്ചാലേ ആ ഒരു വിഷമത്തിന് ഇത്തിരിയെങ്കിലും കുറവ് വരുവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഒത്തിരി அப்படி ഒരു നാണമൊക്കെ വരുക. അന്നേരം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും മനു ഇങ്ങനെ കൈ കാണിക്കും. അന്നേരം അലീന ആ കൈകളിലേക്ക് പിടിക്കുമ്പോൾ മനു ആ കയ്യിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് ആ കൈ പയ്യെ തിരിച്ച് പിടിച്ച് ഒരു ചെറിയൊരു ഉമ്മ എടുത്ത് ചുണ്ടേന്ന് എടുത്ത് ഇങ്ങനെ കൈക്കകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ഇത് തുറക്കരുത് കേട്ടോ, അതങ്ങ് പറന്നു പോകുമെന്ന്. അതേ ഭയങ്കര നാണമൊക്കെ വന്ന് അലീനയുടെ മുഖമൊക്കെ ഒന്നങ്ങ് ചുമക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. മനുവിനെ അറിയാലോ അലീനയ്ക്ക് മനുവിനെ ഇഷ്ടമാണ് എന്ന്. അല്ലെങ്കിൽ ആ കൈ അങ്ങ് തുറന്നാൽ പോരെ, ആ കൈ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ബാഗ് ഇപ്പുറത്തെ കൈയിൽ നിന്ന് തോളയിലെടുത്തിട്ടും വേറൊരു കവറുള്ളതും ഇപ്പുറത്തെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട്. ആ കൈ ചുരുട്ടി പിടിച്ചേക്കുവാണേ. എന്നിട്ട് മനു എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. പോയിക്കോളാൻ പറഞ്ഞ് മനു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അലീന ഒരുപാട് ഇഷ്ടത്തോടെ കൈയിലേക്ക് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ കൈ ഇങ്ങനെ പയ്യെ തുറന്നിങ്ങനെ അതിൻ്റെ അതോടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നാളത്തെ പ്രൊമോയാണ്. പ്രൊമോയിൽ നമ്മുടെ അലീന കൊളിമ്പല്ലടിക്കുന്നു, വന്ന് വാതിൽ തുറക്കുവാണ് ബബിത. അവൾക്ക് ആകെ പരിഭ്രമവും ഒരു ടെൻഷനൊക്കെ. അന്നേരം അത് കണ്ടുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഏതോ ഒരു കള്ളനുണ്ട്, എനിക്ക് അവനെ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ വീണ്ടും താഴെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ മുകളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ബബിതയുടെ റൂമിൽ നോക്കുമ്പം ആ തേനീച്ചത്തലേൻ ആ റൂമിൽ തന്നെ ഉണ്ട്. അത് കാണുന്ന അലീനയ്ക്ക് ദേഷ്യമാവുന്നു, അവനോട് ദേഷ്യപ്പെടുന്നു. അന്നേരം ബബിത വന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ഈ വീട്ടിൽ വിളിച്ച് കയറ്റും, ചിലപ്പോൾ ഒളിപ്പിച്ച് വെക്കും, ചിലപ്പോൾ എൻ്റെ റൂമിൽ നിർത്തും, അതിന് നിനക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇത് എൻ്റെയും കൂടെ വീടാണ്, എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണ്, അതുകൊണ്ട് നീ ഈ പറയുന്ന കാര്യമൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന് പറയും. എന്നിട്ട് അവനെ അവിടെ നിന്ന് ഇറക്കി വിടുക. അപ്പോൾ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി തുടങ്ങുവാണ് ബബിതേനെ അവിടെ പിടിച്ച് നിർത്തും അലീന. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവനെ അടിച്ച് ഓടിക്കുവാണ് ചൂലുകൊണ്ട്. ഏതായാലും നാളെ ഇതിനൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.